മുഖം കുത്തി വീണുപോയി. ആ മുഖം കുത്തി വീണ നേരത്ത് നരകം ഹാജരായി. എല്ലാവരും മുഖം കുത്തി മുകളിലേക്ക് കണ്ണുകത്തേക്ക് നട്ടുകൊണ്ട് നോക്കി നിൽക്കുന്ന ആ മുഖം. ആ സമയത്ത് ആകാശത്തിലേക്ക് നോക്കുമ്പോ ആകാശം അതാ ചുവന്നു തുടുത്ത ലാവ പോലെ ഉരുകി ഒലിച്ച് ഇല്ലാതാവുകയാണ്. ഉരുകി ഒലിക്കുന്ന ലാവ പോലെ കുഴമ്പ് പോലെ ആകാശം ഇതാ ചുവന്നു തുടുത്ത് ഉരുകിപ്പോരുകയാണ്. എന്താ ഉരുകിപ്പോരാൻ? ആകാശത്തിലെ മലക്കുകൾ പുറത്തു വരണം. ഒന്നാനാകാശത്തിൽ നിന്നതാ ഒന്ന് മലക്കുകൾ. അതുവരെ നിൽക്കുന്ന മഹ്ശറിലെ മുഴുവൻ ആളുകളുടെയും ഇരട്ടി മലക്കുകൾ. രണ്ടാനാകാശത്തിൽ നിന്ന് മലക്കുകൾ വന്നു. ഇതുവരെ അണിനിരന്നവരുടെ 20 ഇരട്ടി മലക്കുകൾ. മൂന്നാനാകാശത്തിലെ ആളുകൾ വന്നു. അതുവരെ നിൽക്കുന്നവരുടെ 20 ഇരട്ടി മലക്കുകൾ. അങ്ങനെ ഏഴാനാകാശം വരെ 20 ഇരട്ടി വീതം. അതുവരെ നിൽക്കുന്നവരുടെ ഇരട്ടി വീതമുള്ള മലക്കുകൾ വന്നിട്ട് നമ്മ വലയം ചെയ്തുകൊണ്ട് നിൽക്കും. ആകാശലോകത്തെ മലക്കുകളെ ആകാശം ലാവ പോലെ ഉരുകി ഒലിച്ചില്ലാതാകുന്ന വിധം ഒലിപ്പിച്ച ശേഷം അല്ലാഹു തആല മഹ്ശറിന്റെ ഭൂമിയിലേക്ക് നമുക്ക് ചുറ്റും നമ്മളെ അനങ്ങാൻ അനുവദിക്കാതെ നിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കുന്നത്. والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. സത്യം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മുവഹ്ഹിദീകളായ ആളുകളും സത്യസന്ധമായി മാത്രം ജീവിച്ച ആളുകളും ശഫാഅത്ത് അല്ലാഹു അധികാരം നൽകിയ ആളുകളുമല്ലാതെ മറ്റാരും എന്താത്ത വിധം നാക്കടക്കി പിടിച്ചു നിൽക്കുന്ന വിധം എല്ലാവരും നിശബ്ദമായി നിൽക്കുന്ന അവിടെ അണിയണിയായി ആളുകൾ നിൽക്കപ്പെടുന്ന നാൾ. ഒരാൾക്കൊരാളും അരയിഞ്ച് ഉപകാരം ചെയ്യാത്ത നാൾ. ഒരാൾക്കൊരാളൊന്നും ഉടമയാക്കാത്ത നാൾ. അടിമ ഉടമക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത നാൾ. മിണ്ടാൻ അനുവാദം നൽകാത്ത നാൾ. മിണ്ടാൻ അനുവദിച്ചാൽ ഒഴിവ് കഴിവുകൾ പറയാൻ 1000 നാക്കുമായി ആളുകൾ കാത്തു നിൽക്കും. മിണ്ടാൻ അനുവദിക്കുകയില്ല. മക്കളോ മുതലോ ഉപകരിക്കാത്ത നാൾ. കണ്ണുകൾ നട്ടു നിൽക്കുന്ന നാൾ. അക്രമികൾക്ക് അവരുടെ യാതൊരു കഴിവുകളും അന്യായങ്ങളും ഉപകരിക്കാത്ത നാൾ. സ്വന്തം പിതാവിനെ കണ്ടാൽ, മക്കളെ കണ്ടാൽ, മാതാവിനെ കണ്ടാൽ, സഹോദരനെ കണ്ടാൽ ഉറ്റവരും ഉടയവരും കൂട്ടുകുടുംബങ്ങളും രക്ഷപ്പെട്ട് ഒഴിഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന നാൾ. ആ നാളാണ് നാൾ. ഇനി മിണ്ടാട്ടമില്ല, നിശബ്ദമാണ്. അവിടെയാണ് എല്ലാവരും നിന്ന് ആ സമയത്ത് മലക്കുകളാൽ വലീതമായി നിൽക്കുന്ന ആ സമയത്ത് വിചാരണയ്ക്ക് വേണ്ടി തയ്യാറാകുമോ എന്ന് കരുതി അർശും വന്നു, ജഹന്നമും വന്നു, ജഹന്നമിന്റെ കയാരവും വന്നു. വന്നാറു തസ്ബിഹു മിൻ വൈലിൻ വമിൻ ഹനഖി അലൽ സാതിവതൽ ഖറബ വദുബാന. ആകാശം ഉരുകി ഒലിച്ചു പോയി. നരകം കയർക്കുന്നു. ഒരു വീർപ്പയക്കുന്ന ശബ്ദം, 2-3 ശബ്ദം വന്ന് മൂന്നാമത്തെ ശബ്ദത്തിൽ അമ്പിയാക്കന്മാർ മുട്ടുകുത്തി നിന്നുപോയി. നമ്മൾ കമഴ്ന്നു വീണുപോയി. കമഴ്ന്ന് വീണിട്ട് മുഖം വെച്ചിട്ട് ഖുർആൻ ഗൂഢമായ മെല്ലെ കണ്ടുകൊണ്ട് കട്ടുനോക്കുന്ന നോട്ടം. പഠിച്ചോനെ മേലെന്താ ഒരുങ്ങുന്നു എന്നറിയുന്ന നോട്ടം. ആ നോട്ടം നോക്കുമെന്ന് ഖുർആൻ പറഞ്ഞ ആ സമയമാണ്. അറ്റൻഷനായി നിൽക്കുന്ന ആ സമയത്ത് പരിഭ്രമിച്ചുകൊണ്ട് ആളുകൾ നിൽക്കുന്ന സമയം. അമ്പിയാക്കന്മാർ അർശന്ന ഗോളത്തിന്റെ ഓരോരോ കാലിങ്കലും ഓരോരോ കമാനത്തിന്റെയും അരികിൽ ചെന്നിട്ട് പിടിച്ചിട്ട് പറയും, പഠിച്ചവനെ നിന്റെ വധമാണ് കാണുന്നത്, ജഹന്നമിന്റെ കരാറമാണ് കേൾക്കുന്നത്, ജഹന്നമല്ലേ ഇളകുന്നത്. എന്റെ ശരീരം മാത്രമാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്, മറ്റാരെയും ചോദിക്കുന്നില്ല. ആദം നബിയുണ്ട്, നൂഹ് നബിയുണ്ട്, ഇബ്രാഹിം നബിയുണ്ട്, മൂസ നബിയുണ്ട്, ഈസ നബിയുണ്ട്. അതീവ കരുണയോടുകൂടെ ഉമ്മത്തികളെ നോക്കി വളർത്തിയ അമ്പിയാക്കന്മാരൊക്കെ സ്വന്തം നഫ്സ് പറഞ്ഞുകൊണ്ട് കേഴുന്ന രംഗം ആ സമയമാണ്. അപ്പോഴാണ് മുസ്തഫ
മിമ്പറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഓടുന്നത്. തങ്ങൾ അമ്പിയാക്കന്മാർ മുഴുവൻ എന്റെ നഫ്സിനെ തേടുന്നുവെന്ന് പറയുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, പടച്ചോനെ ഞാൻ എന്റെ നഫ്സിനെ ചോദിക്കുന്നില്ല, എന്റെ ശരീരത്തിന്റെ കാര്യം പറയുന്നില്ല, എന്റെ മകൾ ഫാത്തിമയെ കുറിച്ച് മിണ്ടുന്നില്ല, എന്റെ പേരമകൾ ഹസൻ ഹുസൈനിനെ മിണ്ടുന്നില്ല, എന്റെ കൂട്ടുകുടുംബങ്ങളെ കുറിച്ച് മിണ്ടുന്നില്ല, എന്റെ ഉമ്മത്ത് എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്ന് എഴുന്നേറ്റുമെന്ന് നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോൾ ഖയാനം മുടക്കുന്ന ജഹന്നമിന്റെ ചോദ്യമാണ്, ആരാണ് ശ്രദ്ധിക്കുന്നത്? എല്ലാവരും സ്വന്തത്തെ പറഞ്ഞ് പേടിച്ച് എന്നെ കുറിച്ച് പേടിക്കുമ്പോ തന്നെ കുറിച്ച് പേടിയില്ലാതെ ഉമ്മത്തിന്റെ കാര്യം പറയുന്നത് ആരാകുന്നു? ജഹന്നമിന്റെ ചോദ്യം. മാലിക് എന്ന മലക്ക് പറയും, നിശബ്ദം, ജഹന്നം നിശബ്ദം. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണത്. തങ്ങൾ തന്റെ ഉമ്മത്തിന്റെ കാര്യം പറയുകയാണ്. മുഹമ്മദ് എന്ന് കേൾക്കേണ്ട താമസം നരകം ഇളകും, പുറകോട്ട് പോകും. 500 കൊല്ലത്തെ വഴി ദൂരം നരകം ഈ മലക്കുകളുടെ കടിഞ്ഞാടിന്റെ നിയന്ത്രണം വിട്ട് പെട്ടിച്ച് പിന്തിരിഞ്ഞു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ കുറിച്ച് വിവരിച്ചു തരുകയാണ്. ആ മുഹമ്മദ് നബി തങ്ങൾ മാത്രം ശബ്ദിച്ചെങ്കിലേ, തങ്ങൾ ശഫാഅത്ത് ചെയ്തെങ്കിലേ ഇനി വിചാരണ തുടങ്ങുന്നുള്ളൂ. ആ വിചാരണയാണ് നമ്മൾ സംസാരിക്കുന്ന വിചാരണ. നമ്മെ കുറിച്ച് വിചാരണ ചെയ്യാൻ നമ്മുടെ കൂടുതൽ ചോദ്യം വേണ്ട. നമ്മുടെ കയ്യിലിരിക്കുന്ന രേഖ തന്നെ മതി, നമ്മുടെ കയ്യിലിരിക്കുന്ന എഴുത്തു തന്നെ മതി. കിതാബ് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. വിചാരണയ്ക്ക് വേണ്ടി റബ്ബുൽ ഇസ്സത്ത് ഒരുങ്ങി തയ്യാറായാൽ, സമയം അല്ലാഹു തആല നിശ്ചയിച്ചെത്തിയാൽ, പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു മനുഷ്യനും മരിക്കുമ്പോൾ അവന്റെ രേഖപ്പെടുത്തപ്പെട്ട റിക്കാർഡുകൾ അല്ലാഹു തആല എന്നും മാനത്തേക്ക് ഉയർത്തുന്നില്ലേ? രാത്രിയിൽ ഉയർത്തുന്നു, പകലുയർത്തുന്നു. കൊടിങ്ങോട്ട് പുറത്തെ ചെറുപ്പക്കാരാ, ഇവിടെ സമ്മേളിച്ചിട്ടുള്ള മറ്റിടങ്ങളിൽ ചെറുപ്പക്കാരികളെ ആലോചിക്കണം. നമ്മൾ കട്ടു നോക്കുന്നത്, നമ്മൾ കട്ടു തിന്നുന്നത്, നമ്മൾ കട്ടു ചെയ്യുന്നത്, നമ്മൾ ഒളിഞ്ഞു ചെയ്യുന്നത്, നമ്മൾ ആരെയും മറച്ചു ചെയ്യുന്നത് മുഴുവൻ വെളിപ്പെടുന്ന രേഖകൾ. അതത് സമയത്ത് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്. കൽപ്പിക്കപ്പെട്ടത് അതുപോലെ ചെയ്യുന്ന മലക്കുകൾ, വഞ്ചന ചെയ്യാത്ത മലക്കുകൾ, ചുരുക്കാത്ത മലക്കുകൾ, നിങ്ങൾക്ക് ശുപാർശ കൊണ്ട് പിടിക്കാത്ത മലക്കുകൾ, കൈക്കൂലി കൊടുത്തവർക്ക് വരുതിയിൽ വരുത്താൻ കഴിയാത്ത മലക്കുകൾ നിങ്ങൾ രേഖപ്പെടുത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മലക്കുകൾ എഴുതിയ റിക്കാർഡ് എന്നും അല്ലാഹു കാണുന്നു, മലക്കുകൾ കാണുന്നു. മുത്തനബി അവരിലേക്ക് അറിയുന്നു. അതേ റിക്കാർഡ് ഒരാൾ മരിക്കുമ്പോൾ അവന്റെ കഴുത്തിൽ വെച്ച് കൊടുക്കുമെന്ന് ഖുർആൻ. ഏതൊരു മനുഷ്യനും അവന്റെ നേരെ മഹ്ശറിൽ പറന്നു വരേണ്ട കിതാബുകൾ അവന്റെ കയ്യിലേക്ക് നാം കൊടുക്കാൻ പാകത്തിൽ അവന്റെ കഴുത്തിൽ വെക്കും. അവൻ മരിക്കുമ്പോ ഖബറിന്റെ അകത്ത് നമ്മുടെ കഴുത്തിലുണ്ട്. കിതാബ് കാണുന്ന കിതാബല്ല, ആ കിതാബാണ് പറന്നു വരുന്നത് മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടി വരുമ്പോ. അതാണ് നിവൃത്തി വായിക്കപ്പെടേണ്ടി വരിക. ആ കിതാബുകൾ എത്തിയാൽ 3 വിധത്തിൽ കിതാബ് വാങ്ങുന്നവർ, അല്ലെങ്കിൽ 2 വിധത്തിൽ കിതാബ് വാങ്ങുന്നവർ, വലം കയ്യുകൊണ്ട് കിതാബ് വാങ്ങുന്നവർ, ഇടം കയ്യുകൊണ്ട് കിതാബ് വാങ്ങുന്നവർ, പിന്നിലൂടെ കിതാബ് വാങ്ങുന്നവർ, അല്ലെങ്കിൽ ഇടം കയ്യിലൂടെ വാങ്ങുന്നവർ തന്നെ പിന്നിലൂടെ വാങ്ങും. ഇങ്ങനെ 2 കൂട്ടം ആളുകൾ അല്ലെങ്കിൽ 3 കൂട്ടം ആളുകൾ കിതാബ് മേടിക്കുന്നവരാണ്. ആ കിതാബ് നമ്മുടെ കിതാബാണ്.
നിയമത്ത്, ദുന്യാവ് നൽകിയവരോട് ദുന്യാവിന്റെ നിയമത്ത്, പ്രസംഗകനോട് പ്രസംഗത്തിന്റെ നിയമത്ത്, ഓരോരുത്തരോട് അവനവന് ചെയ്ത നിയമത്ത്. ആ നിയമത്തുകളുടെ കാര്യത്തിന് എന്ത് ചെയ്തു, എന്ത് നന്ദി രേഖപ്പെടുത്തി എന്ന് അല്ലാഹുവിന്റെ ചോദ്യം ആദ്യം വന്ന് അതിന് സംതൃപ്തമായ ശക്തമായ മറുപടി നൽകാതെ വെച്ച കാൽപാദം മാറ്റി നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ വയലുകളിലും നമ്മൾ മസ്തറിന്റെ കഥ കേൾക്കുമ്പോൾ സാധാരണ കേൾക്കുന്നതാണ്. അതിന്റെ പുറമെ നമ്മുടെ റിക്കാർഡിലുള്ള ഈ റിക്കാർഡിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും വെളിപ്പെടുന്ന നാളിൽ നമ്മളെ തന്നെ വായിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ചോദ്യമാണ് വിചാരണ. ഈ വിചാരണയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസനാത്തുകൾ ഉള്ളിലെഴുതി, സയ്യിആത്തുകൾ ഉള്ളിലെഴുതി, ഹസനാത്തുകൾ പുറത്തെഴുതിയിരിക്കുന്ന വലങ്കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് ചെറിയ വിചാരണയാണ്. വിചാരണ എന്നതിന് പറഞ്ഞുകൂടാ. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, അത് കേവലം അവരെ അവരുടെ തെറ്റുകുറ്റങ്ങൾ വെളിപ്പെടുത്തുന്ന ധർമ്മം മാത്രം. അവർ തന്നെ വായിക്കും, അവർ തന്നെ കാണും. മറിച്ചു നോക്കിയിട്ട് വായിക്കുന്നതൊക്കെ തെറ്റ്. പടച്ചവനെ, ഇന്ന രാത്രി, ഇന്ന പകൽ, ഇന്ന ദിനം, ഇന്ന സമയത്ത്, ഇന്നിടത്ത് വെച്ച് കുടിച്ചത്, ഇന്നിടത്ത് വെച്ച് തിന്നത്, ഇന്നിടത്ത് വെച്ച് കളിച്ചത്, ഇന്നിടത്ത് വെച്ച് നടത്തിയ കേളികൾ, ഇതെല്ലാം ഒറ്റക്കൊറ്റക്കൊറ്റക്ക് കാണുമ്പോഴേക്ക് ഞെട്ടുകയാണ്. തെറ്റുകളുടെ കൂമ്പാരം മാത്രം. ഈ കൂമ്പാരം കണ്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു എല്ലാം കാണിച്ച് ഞെട്ടിയ മനുഷ്യൻ പുറത്തോട്ട് നോക്കിയിട്ടുള്ള ഹസനത്തുകൾ വായിച്ചിട്ട് അല്ലാഹു പറയും, കണ്ടില്ലേ, നിന്റേത് കണ്ടില്ലേ, നിനക്ക് ഞാനെല്ലാം വിട്ടു തന്നിരിക്കുന്നു. ഇത് മറ്റാരും കേൾക്കില്ല. ഇയാളും അല്ലാഹുവും മാത്രമായി നടത്തുന്ന രഹസ്യമായ ഒരു ചെറിയ കണക്ക് പരിശോധനയും കണക്ക് വെളിപ്പെടുത്തലും മാത്രമാകുന്നുവെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ പൊരുത്തുമാറാവട്ടെ. വിചാരണ അവർ അഭിമുഖീകരിക്കേണ്ടി വരില്ല. വിചാരണ ചെയ്യപ്പെട്ടോ അയാൾക്ക് ശിക്ഷ ഉറപ്പാണ്. അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസ് വന്നപ്പോ മഹദിയായ ആയിഷ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വഅമ്മാ മൻ ഊതിയ കിതാബഹു ഫസൗഫ ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. വലത് കയ്യിൽ കിതാബ് നൽകപ്പെട്ടവർ ലളിതമായി വിചാരണ ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അത്തരക്കാരെ ലളിതമായ വിചാരണയിൽ ശിക്ഷ കിട്ടുകയില്ലല്ലോ. അപ്പനബിതങ്ങൾ പറഞ്ഞു, അതൊരു വിചാരണയല്ലടി, അത് അവരുടെ തെറ്റുകൾ അവർക്ക് വെളിപ്പെടുത്തുക രഹസ്യമായി അല്ലാഹുവും അവരും മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു ധർമ്മം മാത്രമാകുന്നു വിചാരണയല്ല. വിചാരണ കടുത്തി ചെയ്തോ അവൻ ശിക്ഷിക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിചാരണ ലളിതമായ ഒരു വെളിപ്പെടുത്തൽ. കയ്യിൽ കിതാബ് നൽകപ്പെട്ടവരുടെ സ്ഥിതി ഇതാണ്. ഇടത് കയ്യിൽ കിതാബ് നൽകപ്പെട്ടവരാകട്ടെ, ഇതെന്ത് കിതാബ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എല്ലാം വെളിപ്പെടുന്ന കിതാബ്. ആ കിതാബുമായിട്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും കണ്ട് അവരുടെ കയ്യും പിടിച്ച് കാലും പിടിച്ച് കാൽ ഊതാവിലേക്ക് കെട്ടപ്പെട്ടിട്ട് നരകത്തിന്റെ ഖയാരം കേട്ടുകൊണ്ട് ഓടുന്ന ആളുകളെ വിചാരണയ്ക്ക് ശേഷം അവരുടെ കിതാബ് കണ്ടിട്ട് പേടിച്ചാൽ ആ പേടിച്ച ആളുകളുടെ നിലലം എന്റെ കിതാബ് ഞാൻ വായിച്ചു നോക്കുമ്പോൾ എന്റെ കിതാബിലേക്കൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. എല്ലാ തെറ്റുകുറ്റങ്ങളുമല്ലേ എന്റെ കിതാബിൽ കാണുന്നു. ഞാൻ രഹസ്യമായി ചെയ്തത് മുഴുവനുണ്ടല്ലോ, ഞാൻ പരസ്യമായി ചെയ്തത് മുഴുവനുണ്ടല്ലോ എന്ന് വിലപിച്ച് നിലവിളിക്കുന്ന ആളുകളുടെ ശിക്ഷ, അതിന്റെ പ്രതികരണം ഒരിറ്റ് വെള്ളം കുടിച്ചിട്ടില്ല, ആയിരക്കണക്കിന് കൊല്ലമല്ലേ എഴുതുന്നു, 50,000 കൊല്ലമല്ലേ ആദ്യത്തെ നൃത്തം, ആയിരക്കണക്കിന് കൊല്ലങ്ങളല്ലേ പിന്നത്തെ നൃത്തം. ഈ സഹസ്രാബ്ദങ്ങളോടെ നിന്നിട്ട് ഒരിറ്റ് വെള്ളം കുടിക്കാത്ത ആ മനുഷ്യനെ ദാഹത്തോടെ, വളരെ വലിയ ദാഹത്തോടെ, ദാഹത്തോടെ അവരെ ഒന്നിച്ചു കൊണ്ടുപോയി നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് പറയുന്ന വിധം അവരെ അല്ലാഹു തആല വലിച്ചെറിയും. ചില ആളുകളെ അല്ലാഹുവിന്റെ ഇഷ്ടപ്രകാരം അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ വായിച്ച് നരകത്തിലേക്ക് പോകാൻ പാകത്തിലുള്ള ആളുകളാണ്. ഒരു നന്മയും അവർക്കില്ലാത്തവണ്ണം അവർ ആകെ തുടങ്ങിയിരിക്കുന്നു.
പക്ഷേ അവരുടെ ഈമാൻ സുന്ദരമാണ്, അവരുടെ ഇഖ്ലാസ് സുന്ദരമാണ്, അവരുടെ വിശ്വാസം നന്ന് എങ്കിൽ അത്തരം ആളുകളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്ന വിവിധ രൂപങ്ങളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ആ വിധത്തിലൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ ചിരിച്ചു. ആ ചിരി കേട്ട് സ്വഹാബത്ത് ചോദിച്ചു, എന്താ തങ്ങൾ ചിരിക്കുന്നത്? ഒന്നുമില്ല, പരലോകത്തെ വിചാരണയുടെ രംഗം കാണുകയാണ് ഞാൻ. ആ വിചാരണയിൽ ഒരാളുടെ റിക്കാർഡുകൾ വായിച്ചു നോക്കുമ്പോ എല്ലാ തെറ്റുകുറ്റങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഒരു ഹസനത്തും കാണാനില്ല. ഒറ്റ ഹസനത്ത് കിട്ടിയാൽ നീ രക്ഷപ്പെടുമായിരുന്നു. അതിനു ഭാഗത്തിലാണ് എന്റെ സയ്യിദത്തുകൾ. ഈമാനിന്റെ പുറകെ നിന്റെ തെറ്റുകുറ്റങ്ങളെ പൊറുക്കാൻ പറ്റുന്ന ഒരു ഹസനത്ത് നിനക്ക് വേണം. അതെവിടെ നിന്ന് കിട്ടും? ആകെ അയാൾ ഓടിക്കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു പറയും. അയാൾ തിരഞ്ഞു നടക്കും. ആരെങ്കിലും കൊടുക്കുക അവിടെ ഒരു ഹസനത്ത് എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് നടത്തി എല്ലാവരും വരുന്ന സമയത്ത് ആരാക്ക് വേണ്ടി കൊടുക്കാൻ? ആരും കൊടുക്കില്ല. ആ സമയത്ത് ഒരു മനുഷ്യൻ അയാളെ സഹായിക്കാൻ നിനക്കിട്ടു. അയാളുടെ സ്ഥിതി എന്താ? ആകെ അയാളുടെ റിക്കാർഡിൽ ഒരു നന്മയേ ഉള്ളൂ, മറ്റൊന്നും നന്മയില്ല. ഇയാൾക്കാണെങ്കിൽ ഒരു നന്മ കിട്ടിയാൽ ഇയാൾ രക്ഷപ്പെടുകയും ചെയ്യും. അയാൾ പറയും അത്രേ, എടോ എന്റെ നന്മയുടെ റിക്കാർഡിൽ ഏതാനും ഒറ്റ നന്മയേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കൊരു ഉപകാരവുമില്ല, ഞാൻ ഏതായാലും നരകത്തിൽ പോകും, അതുകൊണ്ട് നീയെങ്കിലും രക്ഷപ്പെടട്ടെ, ഈ നന്മ നിനക്ക് തരാമെന്ന് പറഞ്ഞ് ഇയാൾ അയാൾക്ക് കൊടുക്കും. അയാൾ അതുമായി ഈ ആളെയുമായി ഓടിച്ചെല്ലും അല്ലാഹുവിന്റെ മുമ്പിലേക്ക്. അല്ലാഹു തആല ഇവർ രണ്ടുപേരെയും നോക്കിയിട്ട് പറയും, എന്തേടോ പടച്ചവനെ, എനിക്കൊരു നന്മയേ ഉള്ളൂ, നിന്റെ റഹ്മത്ത് എനിക്ക് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്ക് കിട്ടാൻ അവകാശമില്ല. മറ്റേയാൾക്ക് ഒരു ഹസനത്തിന്റെ കമ്മിയേ ഉള്ളൂ, അപ്പൊ ഞാൻ എന്റേത് അയാൾക്ക് ദാനം ചെയ്തു എന്ന് പറയുമ്പോൾ നിന്റെ ദാനം ഞാൻ അറിയും, നിന്റെ മനസ്സും ഞാൻ അറിയും, നിന്റെ സുമനസ്സിന് ഞാനിതാ നിനക്ക് സമ്മാനം നൽകുന്നു. നീയും നിന്റെ ഈ രക്ഷപ്പെടുത്തിയ സഹോദരനും കൂടി ഒന്നിച്ച് സ്വർഗത്തിൽ പോകൂ എന്ന് അവരോട് പറഞ്ഞിട്ട് അവരെ സ്വർഗത്തിലേക്ക് അയക്കുമെന്ന് റസൂലുള്ളാഹി. ഈ രംഗം ദുനിയാവിൽ വെച്ച് തന്നെ ചിത്രീകരിച്ച് കാണിച്ചു കൊടുക്കപ്പെട്ട നബി തങ്ങൾ ചിരിച്ചുകൊണ്ട് സ്വഹാബത്തിനെ വിളിക്കുമ്പോൾ ഒരൊറ്റ ആൾക്ക് ആ സമയത്ത് അങ്ങനെ നന്മ ചെയ്യാൻ സ്വയമേ അങ്ങനെ തോന്നൂല. ദുനിയാവിൽ വെച്ച് അയാൾ ഉദാഹരണമാണ്. മഴ കൊണ്ടിരിക്കണ്ടല്ലോ, അവിടെ ഒക്കെ നിൽക്കുന്നത് കണ്ടിട്ട് സംസാരിക്കുകയാണ്. വെറുതെ മഴ ഉള്ളത്. ഇത്തരത്തിൽ നല്ല സുഹൃത്തുക്കൾ കൊണ്ടോ റിക്കാർഡിൽ കാണുന്ന ചെറിയ നന്മകൾ കൊണ്ടോ അവിടെ വെച്ചൊരാൾക്ക് ഒരാളെ സഹായിക്കാൻ കഴിയണമെങ്കിൽ ഇവിടെ വെച്ചും ആ മനസ്സ് വേണം. അത്തരക്കാർക്കേ കഴിയൂ. ചിലര് കണ്ടിട്ടില്ലേ, എന്റേത് ഏതായാലും ഇതുകൊണ്ട് നടക്കൂല, നിനക്കാണെങ്കിൽ ഒരു ചെറിയ കമ്മിയല്ലേ ഉള്ളൂ, അപ്പൊ എന്റെ നൽകൾ തരാം, എന്റെ കാര്യം നടത്തി ശരിക്ക്, എന്നിട്ട് പിന്നെ നോക്കാം. ഇങ്ങനത്തെ നല്ല മനസ്സുകാർ, വിശാല മനസ്സുകാർ, സ്നേഹ മനസ്സുകാർ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ എത്രയോ പേർ. അത്തരം സ്നേഹ മനസ്സുകാർക്ക് ആഖിറത്തിൽ വെച്ച് അത്തരത്തിൽ സഹായിക്കാൻ തോന്നുമ്പോൾ അവർ സഹായിക്കുന്നത് മൂലം കിട്ടുന്ന രക്ഷയാണിത്. ഈ വിധം രക്ഷപ്പെടുന്നവരുണ്ട്, ശുപാർശ കൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ട്, ബാപ്പാനെ കൊണ്ട് രക്ഷപ്പെടുന്ന മക്കളുണ്ട്, മക്കളെ കൊണ്ട് രക്ഷപ്പെടുന്ന ബാപ്പമാരുണ്ട്, ഭർത്താക്കളെ കൊണ്ട് ശഫാഅത്തിനാൽ രക്ഷപ്പെടുന്ന ഭാര്യമാരുണ്ട്, ഭാര്യമാരുടെ സുഹൃത്തം കൊണ്ട് രക്ഷപ്പെടുന്ന ഭർത്താക്കളുണ്ട്, സുഹൃത്തുക്കളെ കൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ട്, സഹപാഠികളെ കൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ട്, ഉസ്താദുമാരെ കൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ട്, ശിഷ്യന്മാരെ കൊണ്ട് രക്ഷപ്പെടുന്ന ഉസ്താദുമാരുണ്ട്, വിനമാക്കളെ കൊണ്ട് രക്ഷപ്പെടുന്ന സാധാരണക്കാരുണ്ട്. സാധാരണക്കാർ വാത് കേട്ട് നന്നായിട്ട് അവരെ രക്ഷപ്പെടുത്താൻ തയ്യാറായിട്ട് അവരാൽ രക്ഷപ്പെടുന്ന വിനമാക്കളുണ്ട്. ഈ വിധം ഒരാളൊരാൾ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തുന്ന കൂട്ടവും പരലോകത്തിന്റെ വിചാരണയുടെ ചരിത്രത്തിലും പരലോകത്തെ വിചാരണയുടെ സംഭവത്തിലും അല്ലാഹുവിന്റെ റസൂൽ വിവരിക്കുന്നു. ആ വിവരിക്കുന്നതൊക്കെ നമുക്ക് പാഠമാണ്. അല്ലാഹു തആല ശഫാഅത്തിന് അധികാരം നൽകുന്നവർ അംബിയാ, ഉലമാ, ഓരോരുത്തരെയും അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശുഹദാക്കളെ വരെ കൊണ്ടുപോകും. ശുഹദാക്കളും ഉലമാക്കളും തമ്മിൽ മത്സരിപ്പിക്കും. അല്ലാഹ് ആരാണ് നിങ്ങളിൽ മുന്തിയവർ? ശുഹദാവിന്റെ രക്തം തൂക്കട്ടെ, ഉലമാവിന്റെ മഷിയും തൂക്കട്ടെ. ഉലമാവിന്റെ മഷിയും ശുഹദാവിന്റെ രക്തവും തൂക്കുമ്പോൾ ചില സന്ദർഭത്തിൽ പരീക്ഷണാർത്ഥം ശുഹദാവിന്റെ രക്തം മുന്തൂക്കം വരും. അപ്പോൾ അല്ലാഹു പറയും, ശുഹദാക്കൾ വേഗം പോയിക്കോളൂ, അവരല്ലേ മുന്തിയത്, അവരുടെ രക്തമല്ലേ തൂങ്ങിയത്, അതുകൊണ്ട് അങ്ങോട്ടവർ വിട്ടേക്കാമെന്ന് പറഞ്ഞവർ വിടുമ്പോ ഉലമാവ് തർക്കിക്കും. ഞങ്ങൾ അൽമു പറഞ്ഞു കൊടുത്തിട്ട്, ഞങ്ങൾ ഉപദേശിച്ചിട്ട്, ഞങ്ങൾ നൽകിയ അറിവനുസരിച്ചാണ് അവർ യുദ്ധം ചെയ്യാൻ പോയത്. ഇസ്ലാമിന്റെ ശത്രുക്കളെ ഞങ്ങളാ പരിചയപ്പെടുത്തിയത്,
അതിന്റെ പുണ്യം ഞങ്ങളാ പറഞ്ഞു കൊടുത്തത്. ഇസ്ലാമിയുടെ രക്തം ചിന്താൻ അവരെ സജ്ജരാക്കിയതും അവരെ ആവേശം കൊള്ളിച്ചതും ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശേഷമല്ലേ അവർ പോകേണ്ടതെന്ന് പറയുമ്പോൾ പടച്ച തമ്പുരാൻ ഉലമാക്കളുടെ തർക്കം കേട്ട് സന്തോഷിച്ച് ചിരിക്കുമെന്ന് റസൂലുള്ളാഹി. നമ്മളെ വല്ല് കാട്ടിയ ചിരിയല്ല, അള്ളാഹുവിന്റെ സന്തോഷത്തെ കുറിച്ച് പറയുന്ന ചിരിയാണ്. ആ ചിരി അള്ളാഹു താനെ ചിരിച്ചിട്ട് പറയും, ഉലമാക്കളെ നിങ്ങളെ ഞാൻ താഴ്ത്തിക്കിട്ടുകയല്ല. അമ്പിയാക്കന്മാരെ പോലെ ശുപാർശ ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഇവിടെ നിർത്തുകയാണ്. മറ്റുള്ളവരെല്ലാം പോയാലും അമ്പിയാക്കളെ നിർത്തിയത് കണ്ടോ? അമ്പിയാക്കളെ പോലെ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ അധികാരമുള്ളവർക്ക് വേണ്ടി മുഴുവൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ ഇപ്പോൾ അവകാശമുണ്ട്. അതിനാണ് നിങ്ങൾ നിർത്തിയതെന്ന് പറഞ്ഞു ഉലമാക്കളെ നിർത്തും. അത്തരം ഉലമാക്കൾക്കും അല്ലാഹു തആല ശുപാർശയുടെ അധികാരം നൽകും. ശുഹദാക്കൾക്കും അധികാരം നൽകും. നോമ്പുകാർക്ക് അധികാരം നൽകും. ആ വിധത്തിൽ അല്ലാഹു ശുപാർശ അധികാരം നൽകിയിട്ടുള്ള ആളുകൾ ശുപാർശ കൊണ്ട് രക്ഷപ്പെടുത്തുന്ന ദോഷികളും ഉണ്ട്. അല്ലെങ്കിലും ദോഷവും തെറ്റുകളും രണ്ടും സമ്മിശ്രമായവർക്കാണ് തൂക്കിക്കണക്കാക്കിയിട്ട് അവരെ ബോധ്യപ്പെടുത്തേണ്ടത്. പരമാവധി റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുത്തി ഈമാനെന്ന ശഹാദത്ത് കലിമയെങ്കിലും റിക്കാർഡിലുണ്ടോ അവരൊക്കെ അവസാനം രക്ഷപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, നമ്മൾ വിശ്വാസികളാണല്ലോ. മുത്തനബിയുടെ ശരീഅത്തിൽ വിശ്വസിക്കുന്നവർ, നബിതങ്ങൾ പറഞ്ഞ ദീൻ കൊണ്ട് വിശ്വസിക്കുന്നവർ, ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഷഹാദത്ത് അല്ലാഹു തആല പറഞ്ഞ ആ ഷഹാദത്ത് കലിമയുടെ മഹത്വം മാത്രം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിന്മേൽ മരിക്കാൻ പറ്റണം. അതിന്മേൽ മരിക്കാതിരുന്നാൽ അവസാനം കാഫിറായി മരിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ശത്രുക്കളിലോ മോശങ്ങളിലോ പെട്ടാൽ, അതെങ്ങനെ ആക്രമിക്കുന്ന തെറ്റുകുറ്റങ്ങളോ, അന്നെ ഉപദ്രവിക്കുന്ന തെറ്റുകുറ്റങ്ങളോ, മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളോ, അള്ളാഹു പൊറുക്കാത്ത ബിദ്അത്ത് പോലുള്ള മഹാപാപങ്ങളോ വരുമ്പോഴാണ് കാഫിറായി മരിക്കാൻ എപ്പോഴും അവകാശം. അവനവന്റെ സ്വന്തം തെറ്റുകളാണെങ്കിൽ, ഉദാഹരണം നമസ്കരിച്ചില്ല, നോമ്പനുഷ്ഠിച്ചില്ല, മറ്റൊരാളുമായി ബന്ധപ്പെട്ട തെറ്റല്ല, മറ്റൊരാളെ ഉപദ്രവിക്കുന്നു, വഴിമുടക്കുന്നു, മറ്റൊരാളെ വഞ്ചിക്കുന്നു, മറ്റൊരാളെ ഗീബത്ത് പറയുന്നു, മറ്റൊരാളെ നമീമത്ത് പറയുന്നു, മറ്റൊരാൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, എല്ലാ അമലും ഉണ്ടായാലും അത്തരം ആളുകൾ മറ്റുള്ളവരുടെ ഹക്ക് കൊണ്ടും ബാധ്യത കൊണ്ടും തന്നെ അവർ നഷ്ടപ്പെട്ടു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സ്വഹീഹ് മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ നിബിതങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത് മുഠാണ ദരിദ്രൻ എന്ന, പണമില്ലാത്ത ദരിദ്രൻ എന്ന്. ആരാണ് ദരിദ്രൻ നിങ്ങൾ അറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം. സ്വഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹം വലാ ദീനാർ. വെള്ളിയില്ല, പൊന്നില്ല, പണമില്ല, ഇതൊന്നുമില്ലാത്ത ദരിദ്രനാണ് ഞങ്ങൾ മുഫ്ലിസ് എന്ന് പറയാറുള്ളത്. നയാ പൈസ കയ്യിലില്ലാത്തവനെന്ന്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവൻ മുഫ്ലിസ് അല്ല. നയാ പൈസ ഇല്ലാത്തവൻ കൈവലഞ്ഞവനല്ല. അത് ദുനിയാവിലാ കൈവലയുക. അത് പൈസ ഉണ്ടായാലും കൈവലയും, പൈസ ഇല്ലെങ്കിലും കൈവലയും. പൈസ ഉള്ളവനെ വലിയ മുന്തിയ ആശുപത്രിയിൽ കൊണ്ടുപോയാലും ആ ആശുപത്രിയിലെ എല്ലാ ഉപകരണങ്ങളും വെച്ചാലും വെന്റിലേറ്ററിൽ വെച്ച് ശ്വാസം നൽകിയാലും അവസാനം അതിൽ വെക്കുന്ന ശ്വാസവും കിട്ടാതെ വളരെ വിഷമിക്കുമ്പോൾ അവൻ കൈവലഞ്ഞു പോകും. പണക്കാരനായതുകൊണ്ട് മരിക്കാതിരിക്കില്ലല്ലോ. ഇവിടത്തെ കൈവലച്ചിലല്ല വലച്ചിൽ അവസാനം ആഖിറത്തിൽ വരുമ്പോ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, അമലുകളൊക്കെയും ഉണ്ട്, ഈമാനുമുണ്ട്, എല്ലാം അവന്റെ റിക്കാർഡുകളിലുണ്ട്. എല്ലാം ഉണ്ടായിട്ടും അവന്റെ റിക്കാർഡുകളുള്ള നന്മതിന്മകൾ അവനെ രക്ഷപ്പെടുത്തുമെന്ന് അവൻ നിലച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ തയ്യാറായി നിൽക്കുന്നതിനിടയിൽ അയാളുടെ ആക്രമണത്തിനിരയായ ഒരാൾ കടന്നു വരുന്നു. അയാൾ പറയുന്നു, കൈകൊണ്ട് ഇവൻ എന്നെ ആക്രമിച്ചിട്ടുണ്ട്, കാൽ കൊണ്ട് ഇവൻ എന്നെ തൊടിച്ചിട്ടുണ്ട്, ഇവൻ എന്റെ ഭൂമി തച്ചുപിടിച്ചിട്ടുണ്ട്, ഇവൻ എന്റെ അതിരി തെറ്റിത്തിറക്കിയിട്ടുണ്ട്, ഇവൻ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, ഇവൻ എന്റെ പണം അപഹരിച്ചിട്ടുണ്ട്, ഇവൻ എന്റെ പണം പിടിച്ചു പറിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ അടിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ ദൈവത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തൻ അവന്റെ ചുറ്റുഭാഗവും വന്നിട്ട് അവന്റെ ഇടപാടുകാർ മുഴുവൻ വന്ന് നിൽക്കുകയും ആ ഇടപാടുകാർക്ക് എന്ത് വേണമെന്നുള്ള ചോദിക്കുമ്പോ ഇവന്റെ കയ്യിലൊന്നുമില്ലെങ്കിൽ അവന്റെ ഹസനാത്തുകൾ മതി ഞങ്ങൾക്കെന്നവർ പറയുമ്പോ, എന്നാ എടുത്തോ ഇവന്റെ ഹസനാത്തുകൾ. ഇവൻ അവന്റെ ഹസനാത്തിൽ നിന്നെടുക്കും, മറ്റവൻ ഹസനാത്തിൽ നിന്നെടുക്കും, അപ്പറൻ ഹസനാത്തിൽ നിന്നെടുക്കും. എല്ലാവരും ഹസനാത്തിൽ നിന്നെടുത്തിട്ട് അവരവരുടെ അംശങ്ങൾ പിടിക്കുമ്പോൾ ആ അംശം കഴിഞ്ഞ് അവന്റെ കയ്യിൽ ഒന്നുമില്ലാതെ, അമലില്ലാതെ, അമലുകൾ കൊണ്ട് നിറഞ്ഞിരുന്ന റിക്കാർഡുകൾ പാപ്പരായിട്ട് അവൻ പാപ്പരായി പ്രഖ്യാപിക്കപ്പെടും. അവനാണ് മുഫ്ലിസ്. അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി.
നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല, സ്വയം ചെയ്യാത്ത കർമ്മങ്ങളുടെ പേരിലല്ല, അപരന്മാരുമായി ബന്ധപ്പെട്ട ധനത്തിന്റെയോ അഭിമാനത്തിന്റെയോ ശരീരത്തിന്റെയോ അക്രമത്തിന്റെ പേരിലാണ്. ഈ അക്രമങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ മനുഷ്യൻ അല്ലാഹു തആലയെ ഭയപ്പെട്ട് സൂക്ഷിച്ച് പേടിച്ച് ജീവിച്ചാൽ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് ഒരിറ്റ് കണ്ണുനീർ ഒറ്റക്കൊരിക്കൽ അവന്റെ കണ്ണിൽ നിന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഭാര്യ അറിയാതെ, മക്കൾ അറിയാതെ, കുടുംബം അറിയാതെ, പടച്ചവനും അവന് മാത്രം അറിയുന്ന വിധം ഒഴുകിയിട്ടുണ്ടെങ്കിൽ അവന് ആർശിന്റെ നേടിൽ അല്ലാഹു നിർത്തുമെന്ന് പറഞ്ഞ ആ മഹാഭാഗ്യം വിചാരണയോട് നാളിൽ കിട്ടും. നമ്മൾ ഇതിൽ പെടണം. നമ്മുടെ റെക്കോർഡുകൾ എങ്ങനെ വരണം? നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വെളിപ്പെടണമോ? ഇടം കയ്യിൽ കിതാബ് വാങ്ങണമോ? പിന്നാമ്പുറത്തിലൂടെ കിതാബ് വാങ്ങണമോ? ഒന്നുമില്ലാത്ത കാളദരിദ്രനും പാപ്പരുമാകണമോ? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ വിചാരണയുടെ അപകടത്തിൽ പെടാതിരിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന ആ നാളിന് മുൻപ് നിങ്ങൾ എന്നും നിങ്ങളെ വിചാരണ ചെയ്യുക. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് ദിനേന തന്നെ വിചാരണ ചെയ്യും. ഇന്നത്തെ രാത്രിയിൽ, ഇന്നത്തെ പകലിൽ ഞാൻ എന്തൊക്കെ ചെയ്തു? മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒറ്റയ്ക്ക് ഒരു ചെറിയ മതിലിന്റെ ഉള്ളിൽ പോയി, ഒരു തോട്ടത്തിന്റെ ഉള്ളിൽ പോയി ഒറ്റയ്ക്ക് ഒരു ചെറിയ കിളിയെ കാണുന്നു. ആ കിളി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക്, ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക്. ഇത് കണ്ടപ്പോൾ മഹാനായ സിദ്ദീഖ് എന്നവർ, ഈ പക്ഷിയെ പോലെയായെങ്കിൽ ഞാൻ, ഈ പക്ഷിയെ പോലെയായെങ്കിൽ ഞാൻ, ഇതിനെന്ത് സുഖമാണ്. മരത്തിലേക്ക് ചാടാം, മരം മാറാം, താമസം മാറ്റാം, ഇഷ്ടം പോലെ തിന്നാം, വിചാരണയില്ല. ഈ സിദ്ദീഖും അങ്ങനെയായെങ്കിൽ ഈ പക്ഷിയെ പോലെ ഞാനായെങ്കിൽ എന്ന് പറഞ്ഞ സിദ്ദീഖ് ആ തോട്ടത്തിൽ ഇരുന്നുകൊണ്ട് സ്വന്തത്തെ വിചാരണ ചെയ്യുന്നു. ഉമറുൽ ഫാറൂഖ് പറയുന്നു, നാക്ക് പിടിക്കുകയാണ് സിദ്ദീഖ്. നീ എന്തൊക്കെ പറഞ്ഞടോ, ആരെയൊക്കെ പറഞ്ഞടോ, ആരെയൊക്കെ ശകാരിച്ചടോ, ആരെയൊക്കെ ചീത്ത പറഞ്ഞടോ എന്ന് സ്വന്തത്തെ വിചാരണ ചെയ്യുക. നിങ്ങൾ സ്വന്തത്തെ വിചാരണ ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യുക. അതിന് നിങ്ങളുടെ ഭാര്യമാർ വേണ്ട, നിങ്ങളുടെ മക്കൾ വേണ്ട, നിങ്ങളുടെ സുഹൃത്തുക്കൾ വേണ്ട, നിങ്ങളുടെ കാവി വേണ്ട, നിങ്ങളുടെ പണ്ഡിതൻ വേണ്ട, നിങ്ങളുടെ കൂട്ടുകാർ വേണ്ട. അവനവൻ ചെയ്ത തെറ്റുകൾ അവനവൻ കാണുമല്ലോ, അവനവൻ അറിയുമല്ലോ. ആ തെറ്റുകളെ വിശ്വാസികൾ വിചാരണ ചെയ്ത് ഈ വിചാരണയുടെ നാടിലുള്ള ഗൗരവമോർത്ത്, ഈ വിചാരണകളിലുള്ള നിശബ്ദതയോർത്ത്, സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത എന്ന പ്രയോഗം അക്ഷരം പതി പുലരുന്ന, സാക്ഷാത്കരിക്കപ്പെടുന്ന ആ നാടിലെ ആ നിശബ്ദതയിൽ നമ്മുടെ മക്കൾ നമ്മുടെ തെറ്റുകൾ അറിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞു മക്കൾ നമ്മുടെ തെറ്റുകൾ അറിഞ്ഞാൽ, നമ്മുടെ ഭാര്യമാർ നമ്മുടെ രഹസ്യങ്ങൾ അറിഞ്ഞാൽ, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അറിഞ്ഞാൽ, നമ്മൾ ആരെയൊക്കെയാണോ ഒളിച്ചു ചെയ്യുന്നതെങ്കിൽ അവരൊക്കെ നമ്മുടേത് വെളിപ്പെട്ട് കണ്ടാൽ, അവിടെയുള്ള മാനക്കേട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ആളുകൾ മാത്രമല്ല, ആദം നബി മുതൽ മുത്തുനബിയുടെ ഉമ്മത്തിന്റെ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും, അവരെക്കാൾ ഇരട്ടി ഇരട്ടി വരുന്ന ജിന്നുകളും, അവരെക്കാൾ ഇരട്ടി 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 എത്രയോ വരുന്ന മലക്കുകളും മുഴുവൻ കേൾക്കുന്ന ആ നിശബ്ദതയിൽ നമ്മൾ മാനം കെടണമോ? നമ്മൾ ഫദീഹത്താകണമോ? നമ്മൾ വഷളാകണമോ? അങ്ങനെയുണ്ടെങ്കിൽ സ്വന്തം കർമ്മങ്ങൾ സ്വന്തം വിചാരണ ചെയ്ത് ക്രമപ്പെടുത്തി വിശ്വാസത്തിനൊപ്പം സക്രമങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയും വന്നുപോയ തെറ്റുകുറ്റങ്ങളിൽ പശ്ചാത്തപിച്ച് മടങ്ങുകയും അല്ലാഹു തആല ശുപാർശയ്ക്ക് അധികാരം നൽകുന്ന ആളുകളുമായി ബന്ധം പുലർത്തുകയും മഹ്ശറിന്റെ വിചാരണയുടെ കൂട്ടത്തിൽ തന്നെ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് വന്ന് രക്ഷപ്പെടുത്തുന്നവരുണ്ട്. സമയം നഷ്ടപ്പെട്ടു പോയി, ഞാൻ ചരിത്രങ്ങൾ വിവരിക്കാതിരിക്കുകയാണ്. തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നവർ, ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നവർ, ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നവർ. ഇതൊന്നും ചെറുതായി കാണരുത്. ഒരു ചെറിയ കാരക്കയുടെ ചീള് കൊണ്ടാണെങ്കിലും നരകത്തെ കാക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. കാരക്ക മുഴുവൻ കൊടുക്കേണ്ട, ഒരു ചീള് ദാനം ചെയ്താലും, ഒരു ചീള് ഒരാൾക്ക് കൊടുത്താലും സ്വർഗം കിട്ടാൻ ചിലപ്പോൾ അത് മതിയാകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നമ്മൾ പഠിക്കാനാണ്, നമ്മൾ ഓർക്കാനാണ്. അല്ലാഹു തആല അവരിഷ്ടപ്പെടുന്ന മഹത്വങ്ങളിൽ പെടുത്തി വിചാരണയുടെ നാളിൽ അല്ലാഹു തആലാന്റെ പൊരിച്ചു നിർത്തിയുള്ള വിചാരണയിൽ അകപ്പെടാതെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മോട് കനിയുകമാറാവട്ടെ.